പ്രവാസികളോടുള്ള അവഗണനയുടെയും നന്ദികേടിന്റെയും ഒടുവിലത്തെ ഉദാഹരണമായാണ് സൗദിയിലെ പ്രവാസി സംഘടനകൾ ബജറ്റിനെ വിലയിരുത്തുന്നത്. നിതാഖാത്ത് കാരണം മടങ്ങുന്നവരുടെ പുനരധിവാസത്തിന് പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഭരണകക്ഷി അനുകൂല പ്രവാസി സംഘടനകൾ അടക്കം നിവേദനം നൽകിയിരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണത്തെ ബജറ്റിൽ കാര്യമായ പരിഗണന ഉണ്ടാകുമെന്ന് പ്രവാസികളും സംഘടനകളും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബജറ്റിൽ UDF പ്രവർത്തകരടക്കം നിരാശരാണ്. നിതാഖാത്ത് മൂലം മടങ്ങിയവർക്ക് നല്ല പദ്ധതികൾ മുഴുവൻ ആളുകളും പ്രതീക്ഷിച്ചിരുന്നു. പ്രവാസി പെൻഷൻ വർദ്ധിപ്പിക്കൽ, പ്രവാസി ഭവന പദ്ധതി പ്രഖ്യാപനം, പ്രവാസി കോർപ്പറേഷൻ, ഗ്രീവിയൻസ് സെൽ, പ്രവാസി വില്ലേജ് എന്നിവയും പ്രവാസികളുടെ പ്രതീക്ഷയായിരുന്നു. എന്നാൽ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുകയാണ്. വിഷയങ്ങളിലേക്ക് വരികയാണെങ്കിൽ സാധാരണ പ്രവാസി വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ആ നിലപാടുകളിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒന്നുമില്ല. 1-2 കാര്യങ്ങൾ മാത്രം വ്യത്യാസമുണ്ട്. അത് തീർച്ചയായും അതിനെ നമ്മൾ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുന്നു. പ്രവാസികളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ നീതികേടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് അവതരിപ്പിച്ച ബജറ്റെന്ന് CPM അനുകൂല സംഘടനയായ കേളി സാംസ്കാരിക വേദി അഭിപ്രായപ്പെട്ടു. നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പകരം നാട്ടിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് വിദേശങ്ങളിലേക്ക് പോകുന്നവർക്കാണ് പരിശീലനം നൽകേണ്ടതെന്നും ആവശ്യമുയരുന്നു. മീഡിയ 1 റിയാദ്.